Hi friends, once again welcome back to EdTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG 14 2022 ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നായിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ലഭിക്കും. നല്ല രീതിയിൽ പഠിക്കണം എന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം. ടോട്ടൽ 3 hours ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉള്ളത്. 100 മാർക്സിനായിരിക്കും എക്സാം. ഓക്കെ, അപ്പോൾ ഒരു നോട്ട് അവിടെ തന്നിട്ടുണ്ട്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും 20 മാർക്സ് വീതമാണ് ഇഗ്നോ MEGക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എനി 4 ഓഫ് ദ ഫോളോയിങ് പാസേജസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ സബ് ക്വസ്റ്റ്യൻസുകളായിട്ട് തന്നിട്ടുണ്ട്, ഷോർട്ട് പാസേജസുകളായിട്ട് തന്നിട്ടുണ്ട്. അതിൽ എല്ലാം ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Love broke into loud lamentations. The mother cried for divine explanation. Mourners swamped her deathbed. 150 വേർഡ്സിലായിരിക്കും ആൻസർ ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷോർട്ട് പാരഗ്രാഫുകൾക്ക് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ 450 വേർഡ്സിലായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം വൈക്കം മുഹമ്മദ് ബഷീർസ് പാത്തുമ്മയുടെ ആട്, which describes a mother's intense grief over her child's death. Love suddenly turns into loud lamentations, showing the overwhelming sorrow. The mother cries out to God seeking answers, a common reaction when faced with tragedy. Mourners gather around, providing support and sharing in the sorrow. ഇങ്ങനെയുള്ള പാസേജസിന് 150 വേർഡ്സിലായിരിക്കും ആൻസർ ചെയ്യേണ്ടത് ഓരോ പാസേജും. ബാക്കിയുള്ള സാധാരണ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ ഇതുപോലത്തെ പാസേജ് അല്ലാത്തത്, അത് 450 വേർഡ്സിലായിരിക്കും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, ഈ ഒരു പാസേജ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു അമ്മയുടെ എന്താ പറയുക, കുട്ടി, മകനോ അല്ലെങ്കിൽ മകളോ, ചൈൽഡ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരിച്ചതിൻ്റെ വിഷമം, ഒരു സോറോ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു വിഷമസന്ധിയിലേക്ക് ധാരാളം ആളുകൾ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണിത്. The lines capture a poignant moment in everyday life, reflecting Vaikam Muhammad Bashir's style of blending humor, irony and deep human feeling. Bashir, a renowned Malayalam writer, is known for his simple and realistic storytelling. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ റൈറ്റിങ്സിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. വളരെ മനോഹരമായിട്ട് ഡേ ടു ഡേ ലൈഫിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം, ഡെയിലി ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ വരുന്നത്. പ്രത്യേകിച്ച് ഹാർഡായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. ഹ്യൂമർ, ഐറണി, അതുപോലെ ഹ്യൂമൻ ഫീലിങ്സിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മലയാളം റൈറ്ററാണ് അദ്ദേഹം. The passage conveys raw, relatable emotion, making abstract grief tangible. It's a powerful portrayal of human loss and the search for meaning in tragedy. Bashir's focus on ordinary situations makes the scene feel authentic and relatable. സാധാരണ ആൾക്കാരുടെ ഹൃദയം ഇങ്ങനെ ചോർത്തെടുക്കുക എന്ന് പറയില്ല, അല്ലെങ്കിൽ കവർന്നെടുക്കുക, അതിന് വേണ്ടിയിട്ട് മീൻസ് റീഡേഴ്സിന് ഒരു അറ്റൻഷനും അട്രാക്ഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഹ്യൂമൻ ഫീലിങ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ. അപ്പോൾ ഇവിടെ ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെയോ മരണം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ലോസായിട്ട് കാണുന്ന ഒരു ഫീലിംഗ് ആണ് അല്ലേ. അപ്പോൾ ആ ഫീലിംഗ് ആണ് ഈ ഒരു നോവലിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിൽ ബഷീർ വരുത്തി തീർത്തിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നോക്കാം. ലവ് ലിവ് തേഴ്സ്റ്റ്. All the world is for you, yet the most precious gift of all is the thirst that the Creator showered on you. The passage talks about how the most precious thing in life is a sense of longing or
thirst for something more. This thirst is a gift from a higher power, making it more valuable than anything the world can offer. ഈ ഒരു പാസേജിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തേഴ്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ദാഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യത്തിന് പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ലോങ്ങിങ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കില്ലേ, അത് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്രം ഹയർ പവർ എന്ന് പറയുന്നത് ഗോഡാണ് കേട്ടോ, ദൈവമാണ്. അപ്പോൾ അതൊരു വാല്യൂ ആണ്, ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലും വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. The idea is that having this inner drive or desire for something greater is what gives life meaning. It's not about achieving a specific goal, but about the journey of seeking and growing. This thirst keeps us moving forward, making it a continuous source of purpose. ഈ ലോങ്ങിങ്നെസ് എന്ന ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഇത് ഒരു ഗോൾ, നമുക്ക് ഓൾറെഡി ഒരു ലക്ഷ്യമുണ്ട്. ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വളരെയധികം ആഗ്രഹിക്കുകയാണ് ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രഗിൾസ്, സഫറിങ്സ്, അതൊരു ജേണിയാണ്. അത് അങ്ങനെ ഗോ ത്രൂ ആണ് നമുക്ക് അതിലോട്ട് അറ്റ് ദി എൻഡ് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. The passage contrasts external achievements with internal drive, suggesting that material wealth and success are not as important as this inner longing. It's a philosophical and spiritual message encouraging us to cherish this thirst and let it guide us. ഇവിടെ ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പൊസിഷന് വേണ്ടിയിട്ടോ ഒരു സക്സസ്സിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെയല്ല ഈ ഒരു ദാഹം അല്ലെങ്കിൽ ഒരു ലോങ്ങിങ്നെസ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ള തേഴ്സ്റ്റാണിത്? ഇതൊരു സ്പിരിച്വൽ ജേണിയാണ്. അപ്പോൾ ഫിലോസഫിക്കലി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, നമുക്ക് തിയോളജിക്കലി അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു സ്പിരിച്വൽ മെസ്സേജാണ് ഇവിടെ നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു ദാഹം ഉണ്ടല്ലോ, ഒരു സത്യം എന്താണ് എന്ന് അറിയാനുള്ള ദാഹം, അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് പറയുന്നത്. അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. Our children are about to enter. These lovely kitchens come for their sake. Let's demolish these kitchens now. The poem English Kitchen by Vimala is a powerful cry for help. It talks about the struggles of women and children living in poverty, trapped in small, lonely kitchens. These kitchens symbolize the confinement and hardship they face daily. വിമല എഴുതിയിട്ടുള്ള ഇംഗ്ലീഷ് കിച്ചൺ എന്ന പോയത്തിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണിത്. ഇതിൽ സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ചിട്ടാണ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, സഫർ ചെയ്യുന്നത്. അവർക്ക് ഫ്രീഡം ഇല്ല. അപ്പോൾ ഫ്രീഡം ഇല്ലാത്തടത്തോളം അവർ കിച്ചണിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയാണ്. ഒരു സ്മോൾ കിച്ചൺ, അവിടെയാണെങ്കിലോ ഒറ്റപ്പെടലിൻ്റെ ഒരു ദയനീയമായ അവസ്ഥയാണ് നമുക്കുള്ള വിമല ചിത്രീകരിച്ച് കാണിക്കുന്നത്. The poet wants these kitchens to be demolished, not just physically but also symbolically. She wants to break the cycle of poverty and drudgery that's been passed down through generations. The goal is to give children a chance at a better life with education, health and opportunities. വിമല പറയുന്നത് ഈ ഒരു കിച്ചൺ ബ്രേക്ക് ഡൗൺ ചെയ്യുക, നശിപ്പിക്കുക എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു കിച്ചൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ഫ്രീഡം ഇല്ലാത്ത ഈ ഒരു സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥയെ അല്ലെങ്കിൽ ആ ഒരു പോവർട്ടിയെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മുഖേന ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷനും അതുപോലെ ഹെൽത്തും അങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസും ലഭിക്കാനായിട്ട് അത് സാധ്യമാകും. ആ ഒരു ലക്ഷ്യം അതിലാണ് എത്തിച്ചേരാനായിട്ട്, അതിലേക്ക് എത്തിച്ചേരും എന്നാണ് വിമല പറയുന്നത്. The poem is a call to action, urging people to help these families escape their harsh reality. It's a plea for the brighter future where children can grow and thrive without the burdens of their parents' struggles. The poet dreams of a world where these kids can have a better life, free from the confines of poverty and domestic drudgery.
ഇവിടെ കുട്ടികളുടെ വേദനയെ കുറിച്ചിട്ട് മീൻസ് അവർക്കൊരു ഫ്രീഡം നൽകാൻ വേണ്ടിയിട്ടാണ് വിമല ഇത് എഴുതിയിരിക്കുന്നത്. അവരോട് പറയുന്നത് അവർ ലെറ്റ് ദം ബി ഫ്രീ. പാരൻസ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ കുട്ടികളും അതിൻ്റെ കൂടെ തന്നെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ കുട്ടികളെ രക്ഷിക്കൂ എന്നാണ് ഇവിടെ ഒരു അഭ്യർത്ഥനയാണ് നൽകുന്നത്. കാരണം അവർക്കൊക്കെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ എന്നൊക്കെയാണ് വിമല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Fourth paragraph. What impudence in the sunlight! The wind's thoughts are wandering as though it has seen the long vanished lover living in disguise. This verse, rich in evocative imagery, portrays a scene where nature seems to mirror human emotions and dramatic possibility. The initial exclamation, "What impudence in the sunlight!" suggests a moment of surprising, perhaps even audacious clarity or defiance revealed by the strong light. The sunlight acts as an unforgiving spotlight, exposing something that might usually remain hidden or overlooked. ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇമാജിനറീസ് അടങ്ങിയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഇമാജിനേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. എസ്പെഷ്യലി ഹ്യൂമൻ ബീങ്സിന് ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. വെച്ചാൽ നേച്ചർ കണ്ടാൽ തന്നെ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കാനുള്ള ഒരു പോസിബിൾ ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ ഒരു എക്സ്ക്ലമേഷൻ ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, വാട്ട് ഇംപ്യൂഡൻസ് ഇൻ ദ സൺലൈറ്റ്. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇവിടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ വാട്ട് ഇംപ്യൂഡൻസ് ഇൻ ദ സൺലൈറ്റ്, അത് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള മൊമെൻ്റാന്ന് പറഞ്ഞു. അതുപോലെ സ്ട്രോങ് ലൈറ്റാണ് ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറയുക, സൺലൈറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ലൈറ്റാണ്. അതുപോലെ അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു വേർഷനാണ് അൺഫോർഗിവിങ് സ്പോട്ട് ലൈറ്റാണ്. അത് അൺഫോർഗിവിങ് എന്ന് പറഞ്ഞാൽ മറക്കാനാകാത്ത ഒരു സ്പോട്ട് ലൈറ്റും കൂടിയാണ് ഈ ഒരു പാരഗ്രാഫിൽ കൂടെ എഴുത്തുകാരൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഹിഡൻ ആക്കി അല്ലെങ്കിൽ ആരും കാണാതെ കേൾക്കാതെയൊക്കെ വെക്കുന്ന സീക്രട്ടുകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓവർലുക്ക് ചെയ്യാനായിട്ടും ഈ ഒരു സൺലൈറ്റിന് സാധിക്കും. The verse paints a vivid picture of nature reacting to surprising moment. The sunlight is described as impudent, suggesting it's revealing something hidden or secret. It's like the light is shining a spotlight on something that's been kept in the shadows. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൺലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തോ ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് അതിനെയൊക്കെ പീപ്പ് ചെയ്തുകൊണ്ട് നോക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ സൺലൈറ്റ് എന്ന് പറയുന്നത്. അത്രയും പവർഫുള്ളാണത്. ഓക്കെ, പിന്നെ ഏതൊരു ഷാഡോ പോലും ഈ ഒരു സൺലൈറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, ഈ നിഴലുകൾ പോലും. The wind's reaction adds to the drama with its thoughts wandering like it's seen something shocking, a long vanished lover living in disguise. This gives the natural elements a sense of awareness, like they are recognizing something profound and unexpected. അതുപോലെ തന്നെ നമ്മളുടെ വിൻഡ്, നേച്ചറിലുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേച്ചറിലത്തെ സണ്ണിനെ കുറിച്ച് പറഞ്ഞു, ഇനി പറയുന്നത് വിൻഡാണ്. അപ്പോൾ വിൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിൻഡ് പെട്ടെന്ന് ഒരാൾ മാറിയിട്ടാണ് വരുന്നത്. ഓക്കെ, ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ആൾ മാറിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപത്തിൽ നിന്നും വേറെ രൂപമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നേച്ചറിൽ വരുന്ന ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ എഴുത്തുകാരൻ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഉണ്ടാകുന്നതും ഓരോന്നും നമ്മൾ റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, അതൊന്നും എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്ക് ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ അയവർത്തുകൊണ്ടാണ് ഇവിടെ ഓതർ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. Will strive to untie the Narcissus with you, and she'll be able to satiate her longingness. O humble bee, the black bumblebee. The poem Bambarta Yambarsal by Dinanath Nathim tells a story of two lovers, a bumblebee and Narcissus flower, who are deeply in love but can't be together.
The speaker is trying to break the obstacles that keep them apart, symbolized by untying the ദീനാനാഥിൻ്റെ വളരെ മനോഹരമായിട്ടൊരു പോയമാണിത്. ഈ പോയത്തിൽ പറയുന്ന ഒരു സ്റ്റോറിയാണ് രണ്ട് ലവേഴ്സ് തമ്മിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംബിൾ ബീയും അതുപോലെ തന്നെ നാർസിഷസ് ഫ്ലവറും തമ്മിലുള്ള ലവാണ് ഇതിൽ. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് അവർക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നാകാനായിട്ട് പറ്റുന്നില്ല. അതിനിടയിൽ ധാരാളം ഒബ്സ്റ്റക്കിൾസ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒബ്സ്റ്റക്കിൾസ് മാറ്റാനായിട്ട് നാർസിഷസിനെ അൺടൈ ചെയ്താൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് പോയിറ്റിന് മനസ്സിലാകുന്നുണ്ട്. The Narcissus represents the beloved who is beautiful but also a bit distant. The speaker is urging the bumblebee to keep trying, emphasizing the intensity of their longing. The repeated phrase of bumblebee, the black bumblebee, shows the speaker's deep desire for the lovers to be together. ഇവിടെ ഇവർ തമ്മിൽ ഒന്നാകാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്പീക്കർ പറയുകയാണ് അല്ലെങ്കിൽ ഏർജ് ചെയ്യുകയാണ് അത് ബംബിൾ ബീ ടു കീപ്പ് ട്രൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംബിൾ ബീയോട് ട്രൈ ചെയ്യാനായിട്ട് പറയുകയാണ്. ആ ഒരു ലോങ്ങിങ്നെസ് കൂടുന്തോറും ഇവർക്ക് അടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു ഫ്രേസിൽ നമുക്ക് വ്യക്തമാണ്. ഓ ബംബിൾ ബി, ദ ബ്ലാക്ക് ബംബിൾ ബി എന്ന് പറഞ്ഞ് സ്പീക്കർ ഇവിടെ പറയുന്നത് ആ ഒരു വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡീപ്പ് ഡിസയർ ഫോർ ദ ലവേഴ്സ് ടു ബി ടുഗെദർ, ഒരു തീവ്രമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹമാണ് ഈ ലവേഴ്സിന് ഒരുമിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് കാൺ ബി ഷീ ഹാഡ് ഡൈഡ് മെനി ഇയേഴ്സ് എഗോ, ഷീ കനോട്ട് ലിവ് എനി ലോങ്ങർ. The phrase is a moment of intense shock and disbelief. The speaker is refusing to accept that someone they thought was dead is actually alive. They are repeating that can't be to emphasize their denial, highlighting the impossibility of the situation. ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഡിസ്ബിലീഫ് ചെയ്യാൻ വിശ്വസിക്കുന്നില്ല അതവരെടുത്ത് പറയുന്നുണ്ട്. സ്പീക്കർ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ ആ വ്യക്തിയാണ് അവർക്ക് മീൻസ് അവർ കണ്ടുമുട്ടുന്നത്. പക്ഷേ ആ വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച വ്യക്തിയാണ് അവർ പിന്നീട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവർ പറയുകയാണ് മരിച്ചിട്ടില്ല, അത് അലൈവ് ആണ് എന്ന് പറയുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം നോ അത് കനോട്ട് ബി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഓൾറെഡി ആ വ്യക്തി മരിച്ചു പോയല്ലോ എന്നൊരു കൺഫ്യൂഷൻ സ്റ്റേജാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The speaker's conviction is rooted in the fact that she had died many years ago, making it impossible for her to be alive again. The phrase "she cannot live any longer" reinforces the finality of death, making the speaker's denial even stronger. ഇവിടെ സ്പീക്കർ ഉറച്ച് പറയുകയാണ് ഇല്ല ആ വ്യക്തിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, കാരണം മെനി ഇയേഴ്സ് എഗോ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് കനോട്ട് ബി ആ ഒരു പേഴ്സൺ അവൻ ഒരിക്കലും സാധ്യതയില്ല എന്നാണ് ഇവിടെ സ്പീക്കർ വാദിക്കുന്നത്, അല്ലെങ്കിൽ ഡിനൈ ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നുള്ളത്. This quote likely comes from a story or poem exploring themes of death, memory, and the supernatural. The speaker's reaction suggests they are witnessing something miraculous or ghostly, challenging the understanding of life and death. ഇതൊരു സ്റ്റോറിയിൽ നിന്നോ അഥവാ ഒരു പോയത്തിൽ നിന്നോ എടുത്തിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഡെത്ത് മെമ്മറിയെ കുറിച്ചിട്ടാണ്, ഒരു മരണത്തെ കുറിച്ചിട്ടാണ്. പിന്നെ സൂപ്പർ നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഒന്നെങ്കിൽ മിറാക്കുലസ് ആയിരിക്കാം അല്ലെങ്കിൽ ഗോസ്റ്റ്ലി ആയിരിക്കാം കാര്യങ്ങൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോയൊരു വ്യക്തിയെ പിന്നീട് കാണുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മിറാക്കിളായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തീർന്നിട്ടില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.